മനുഷ്യരെന്ന നിലയിൽ ഓരോ ദിവസവും പലതും ധാരാളമായിക്കൊണ്ട് തന്നെ സഹജീവികളോട് സംസാരിക്കുന്നവരാണ് നമ്മൾ. നമുക്ക് സംസാരിക്കാനുള്ള കഴിവും നാവുമെല്ലാം അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം നാം അവനോട് നന്ദി കാണിക്കാറുണ്ടോ? നമ്മെപ്പോലെ സംസാരിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്രയെത്ര പേർ. നമ്മുടെ നാവിനെയും സംസാരത്തെയും നാം സൂക്ഷിക്കണം. പ്രവാചകൻ പറഞ്ഞു, നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കുക. എത്ര നല്ല കാര്യം അല്ലേ? ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളിൽ ആരെങ്കിലും 2 താടിയെല്ലുകൾക്കിടയിലുള്ളതിനെപ്പറ്റിയും 2 തുടയെല്ലുകൾക്കിടയിലുള്ളതിനെപ്പറ്റിയും എനിക്ക് ഉറപ്പു തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പു തരാം. അത്രയും നാശം വിതയ്ക്കാനും പ്രശ്നമുണ്ടാക്കാനും കഴിയുന്നതാണ് നാവ് എന്ന അവയവം. മനുഷ്യർ വരുത്തിവെക്കുന്ന വിപത്തിലധികവും നാവിനാൽ വിധിച്ചതാണെന്നും മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നു. ഈ പുണ്യനാളിൽ നമുക്ക് നല്ലത് മാത്രം സംസാരിക്കാം, സംസാരം നിയന്ത്രിക്കാം.